നമുക്കറിയാം, ഭരണത്തിലേറുന്ന ഓരോ രാഷ്ട്രീയക്കാരനും 5 വർഷം MLA-യോ MP-യോ ആയാൽ അവന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് തിരികെ കയറ്റുന്ന വ്യക്തികൾക്കുൾപ്പെടെ കൊടുക്കുന്ന പെൻഷൻ 30,000-ലും മേലെയാണ്. ഈ പൈസയൊക്കെ എവിടെ നിന്നാണ്? ഇത് സാധാരണക്കാരന്റെ പൈസയാണ്. വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരന് 2,000 രൂപ മാത്രം പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിക്കൊണ്ട് 5 വർഷം മാത്രം ഭരണത്തിലിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവൻ വാങ്ങിക്കുന്നതിന്റെ 100 ഇരട്ടി പൈസ പെൻഷനായി മരണം വരെ കൊടുക്കേണ്ടി വരുന്ന ഗതികേടാണ് ഭാരതത്തിലെ ഓരോ പൗരന്റെയും ഗതികേട്. ഇതിനൊരു മാറ്റം വരണ്ടേ പ്രിയപ്പെട്ടവര്? എല്ലാവർക്കും തുല്യ പെൻഷൻ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് വരണ്ടേ? യൂറോപ്പിലും ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ ഉള്ള അതേ ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് വരണ്ടേ? 60 വയസ്സായി കഴിഞ്ഞ ഒരു പൗരന് അവന്റേതായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവന്റെ മക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ട ആ ഗതികേടിൽ നിന്ന് ഓരോ പൗരന്റെയും നമുക്ക് മോചിപ്പിക്കണ്ടേ? ആം ആദ്മി പാർട്ടി നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഞങ്ങൾ ഭരണത്തിലേറിയാൽ ആം ആദ്മി പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടിയാണ്. ആം ആദ്മി, ഞാൻ സാധാരണക്കാരൻ, നിങ്ങളിൽ ഒരുവൻ, ഇത് നമ്മുടെ പാർട്ടിയാണ്. അപ്പൊ സാധാരണക്കാരന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വന്നാൽ എല്ലാ വ്യക്തികൾക്കും തുല്യ പെൻഷൻ ഞങ്ങൾ കൊണ്ടുവരും. 5,000 മുതൽ ഞങ്ങൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തിലുള്ള ഓരോ പൗരന്റെയും പെൻഷൻ മിനിമം 10,000 രൂപയായി ഞങ്ങൾ വർദ്ധിപ്പിക്കും. മാത്രമല്ല, പാവപ്പെട്ടവന്റെ കറണ്ട് ബില്ല് പൂർണ്ണമായിട്ടും സൗജന്യമാക്കും. 200 യൂണിറ്റ് വൈദ്യുതി ഉൾപ്പെടെ വരുന്ന കറണ്ട് ബില്ലുകളെല്ലാം സൗജന്യമാക്കി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കും. സാധാരണക്കാരന്റെ ശുദ്ധജലം, കുടിവെള്ളം അവന്റെ അവകാശമാണ്. അത് പരിപൂർണമായിട്ടും ഞങ്ങൾ സൗജന്യമാക്കി മാറ്റും. നമുക്കറിയാം, ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവനും +2 കഴിഞ്ഞാൽ പഠനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ലക്ഷങ്ങള് വീടും പറമ്പും കിടപ്പാടവും വിറ്റുതൊലച്ച് 15-30 ലക്ഷം രൂപ ചെലവാക്കി പോകുന്ന ഒരു ചെറുപ്പക്കാരനും പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വരാറില്ല. അത്തരത്തില് ചെറുപ്പക്കാര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നത് കൊണ്ടാണ്. അവിടെ പോയി പഠിക്കുന്നവർക്കും മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നാട്ടിൽ ഏർപ്പെടുത്തുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. അത് നാട്ടിൽ ഏർപ്പെടുത്തി തെളിയിച്ചു. ഡൽഹിയിലും പഞ്ചാബിലും ചെറുപ്പക്കാർ നാട് വിട്ടു പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ചെറുപ്പക്കാർ ഇവിടെ തന്നെ പരിശീലിപ്പിച്ച് ഇവിടെ തന്നെ മെച്ചപ്പെട്ട ജോലിയും അവർക്ക് ഉറപ്പാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ആം ആദ്മി പാർട്ടി വ്യവസ്ഥ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ഒരു അസുഖം വന്നാൽ അവന്റെ അതുവരെയുള്ള എല്ലാ കുടുംബ ബഡ്ജറ്റുകളും തകരുകയാണ്. അപ്രതീക്ഷിതമായി വരുന്ന രോഗങ്ങൾ മനുഷ്യന്റെ എല്ലാ ജീവിത കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി പറയുന്നത് ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതം മെഡിക്കൽ പരിരക്ഷ ഞങ്ങൾ ഉറപ്പാക്കും. അസുഖം വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ആശുപത്രിയിൽ ഏറ്റവും മികച്ച മെച്ചപ്പെട്ട വൈദ്യസഹായം ഞങ്ങൾ ലഭ്യമാക്കും. പ്രിയപ്പെട്ടവരെ, കൂടുതലായിട്ട് ഞങ്ങളൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കൂടുതലായിട്ട് ഞങ്ങളൊന്നും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുമെന്ന് ഡൽഹിയിലും പഞ്ചാബിലും ഭരിച്ച് തെളിയിച്ച ആം ആദ്മി പാർട്ടിയുടെ വീരനായ നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സത്യം ഒരിക്കൽ പുറത്തു വരും. മഹാനായ അരവിന്ദ് കെജ്രിവാൾ വിദ്യാസമ്പന്നനായിരുന്നു. ഇന്ത്യൻ ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് കള്ളക്കേസിൽ പിടിച്ച് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചു. അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയായി 2 കൊല്ലം തടവിലിട്ടു. ഭരണാംഗങ്ങളായിട്ടുള്ള 23 പേരെ പിടിച്ച് ജയിലിലിട്ടു. കരിങ്കൽ പാളയത്തിലിട്ടു. ഏകാധിപത്യ ഭരണമാണ് ഭാരതത്തിൽ നടക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ തെളിയിക്കുകയാണ്. പക്ഷെ ഇന്നലെ ഹൈക്കോടതിയുടെ വിധിയനുസരിച്ച് ഇവരെല്ലാവരും നിരുപാധികം കുറ്റവിമുക്തരായി പുറത്തു വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ വീരനായ മഹാത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരോട് സംസാരിച്ചത്. ആത്മാർത്ഥതയുടെ കണ്ണുനീർ. അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ സത്യം പുറത്തു വരും. കാരണം മിലിറ്ററിയും പട്ടാളവും ഭരണ സംവിധാനങ്ങളും എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്നിട്ട് പോലും അടുപ്പിച്ച് 2 പ്രാവശ്യം ഡൽഹിയിൽ ഭരണത്തിലേറാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചുവെങ്കിൽ അത് ആ മനുഷ്യ മഹാത്മാവിന്റെ വ്യക്തിത്വം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവർ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള IAS IFS പോലെയുള്ള അത്രയും വലിയൊരു ഇന്ത്യൻ ഭരണ സമ്പ്രദായത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ മനുഷ്യരായിരുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ബഹുമതികളോടും കൂടിയിട്ടുള്ള ഉയർന്ന ശമ്പളവും